ലോകം വീണ്ടും അത്യന്തം അപകടകരമായ ഒരു യുദ്ധത്തിന്റെ നിഴലിലേക്ക് കൂപ്പുകുത്തുകയാണോ എന്ന വലിയ ആശങ്കയിലാണ് പശ്ചിമേഷ്യൻ മണ്ണ് ഉണർന്നിരിക്കുന്നത്. മണിക്കൂറുകളായി അവിടെ നിന്നും പുറത്തുവരുന്ന വാർത്തകൾ സാഗരത്തിന് തീപിടിക്കുന്നത് പോലെയുള്ള ഭീതിജനകമായ രംഗങ്ങളാണ് നൽകുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ അണുശക്തി രാജ്യമായ അമേരിക്കയുടെ തന്ത്രപ്രധാന സൈനിക താവളങ്ങളെ പോലും കൃത്യമായി ലക്ഷ്യമിട്ട് ഇറാൻ നടത്തിയ അതിരൂക്ഷമായ തിരിച്ചടി ഈ മേഖലയിലെ സൈനിക സമവാക്യങ്ങളെ പൂർണ്ണമായും മാറ്റിമറിച്ചിരിക്കുകയാണ്. അക്ഷരാർത്ഥത്തിൽ ലോകത്തെ ഞെട്ടിച്ചുകൊണ്ട് മിഡിൽ ഈസ്റ്റിലുടനീളമുള്ള US കേന്ദ്രങ്ങൾക്ക് നേരെ ഇറാന്റെ സ്വയംകൃത ഡ്രോൺ നിരകൾ മഴ പോലെ പെയ്തിറങ്ങിയിരിക്കുന്നു. ഇതുവരെയുള്ള മുന്നറിയിപ്പുകളിലും പരസ്പര ഭീഷണികളിലും ഒതുങ്ങിയിരുന്ന ഏറ്റുമുട്ടൽ ഇപ്പോൾ അമേരിക്കയുടെ ഏറ്റവും നിർണായക സൈനിക താവളങ്ങളിലേക്ക് എത്തിയെന്നാണ് ഇറാൻ അവകാശപ്പെടുന്നത്. കുവൈറ്റിലും ഖത്തറിലുമുള്ള അമേരിക്കൻ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് എന്ന പ്രഖ്യാപനത്തോടെ ഗൾഫ് മേഖലയിലെ സുരക്ഷാ കണക്കുകൂട്ടലുകൾ തന്നെ മാറിമറിയുകയാണ്. അതേസമയം ഇത് വെറുമൊരു ആക്രമണം എന്നതിലുമുപരി അമേരിക്കയുടെ മേഖലാപരമായ സൈനിക ആധിപത്യത്തെ നേരിട്ട് വെല്ലുവിളിക്കുന്ന നീക്കമായാണ് പല പ്രതിരോധ വിദഗ്ധരും ഇതിനെ വിലയിരുത്തുന്നത്. ഇനി അമേരിക്കയുടെ മറുപടി എത്ര കടുത്തതായിരിക്കും? ഗൾഫ് മേഖലയിലുള്ള മറ്റ് അമേരിക്കൻ സൈനിക താവളങ്ങളും അടുത്ത ലക്ഷ്യങ്ങളാകുമോ? ഇറാന്റെ സൈനിക മേഖലയിലെ ഏറ്റവും മാരകമായ ആയുധങ്ങളിലൊന്നായ അരസ് ഡ്രോണുകളാണ് ഈ ആക്രമണ പരമ്പരയ്ക്ക് നേതൃത്വം നൽകിയത് എന്ന വിവരം പുറത്തുവരുമ്പോൾ അത് സാധാരണ ഒരു അതിർത്തി തർക്കമോ പ്രാദേശിക ഏറ്റുമുട്ടലോ അല്ല എന്ന് വ്യക്തമാകുന്നു. നൂറുകണക്കിന് കിലോമീറ്ററുകൾ പറന്നുയർന്ന് ലക്ഷ്യസ്ഥാനങ്ങളിൽ അതികൃത്യതയോടെ പതിക്കാൻ ശേഷിയുള്ള ഡ്രോണുകൾ അമേരിക്കൻ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെ വെട്ടിച്ച് താവളങ്ങളിൽ പതിച്ചപ്പോൾ ഉണ്ടാക്കിയ ആഘാതം വളരെ വലുതാണ്. വ്യോമ പ്രതിരോധത്തിന്റെ കാര്യത്തിൽ ലോകത്തിലെ ഏറ്റവും അത്യാധുനിക സാങ്കേതിക വിദ്യ കൈവശമുണ്ട് എന്ന് അവകാശപ്പെടുന്ന അമേരിക്കൻ സൈന്യത്തിനു പോലും ഒരേ സമയം കൂട്ടത്തോടെ എത്തിയ ഈ ഡ്രോൺ ആക്രമണങ്ങളെ പൂർണ്ണമായും ചെറുക്കാൻ സാധിച്ചില്ല എന്നത് പശ്ചിമേഷ്യയിലെ അമേരിക്കൻ സാന്നിധ്യത്തിന് വലിയൊരു തിരിച്ചടിയാണ് നൽകിയിരിക്കുന്നത്. ഇറാനിയൻ സൈന്യം പുറത്തുവിട്ട പ്രസ്താവന പ്രകാരം ഓപ്പറേഷൻ തണ്ടർബോൾട്ട് എന്ന പേരിൽ തുടരുന്ന പ്രതികാര സൈനിക നടപടികളുടെ 25ാം ഘട്ടത്തിന്റെ ഭാഗമായാണ് പുതിയ ഡ്രോൺ ആക്രമണങ്ങൾ നടത്തിയിരിക്കുന്നത്. കുവൈറ്റിലെ ക്യാമ്പ് ഉദൈരിയിലുള്ള അമേരിക്കൻ സൈനിക ഉപകരണ വെയർഹൌസുകളും അരിഫ്ജാൻ ക്യാമ്പിലെ അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങളും ഖത്തറിലെ ദോഹ ക്യാമ്പിൽ പ്രവർത്തിക്കുന്ന അമേരിക്കൻ സൈനിക ഉദ്യോഗസ്ഥരുടെ താവളങ്ങളും അരിസ് ഡ്രോണുകൾ ഉപയോഗിച്ച് ലക്ഷ്യമിട്ടിട്ടുണ്ട് എന്നാണ് ഇറാന്റെ അവകാശവാദം. ആധിപത്യം പുലർത്തുന്ന ശത്രുവിന്റെ ആക്രമണങ്ങൾക്ക് മറുപടിയായാണ് ഈ നടപടി സ്വീകരിച്ചത് എന്നും അമേരിക്കയും സഖ്യകക്ഷികളും നടത്തുന്ന സൈനിക നീക്കങ്ങൾക്ക് ശക്തമായ തിരിച്ചടി നൽകുന്നത് തുടരുമെന്നും ഇറാനിയൻ സൈന്യം ഇതോടെ വ്യക്തമാക്കിയിട്ടുണ്ട്. ദിവസങ്ങൾക്ക് മുൻപ് മേഖലയിൽ നടന്ന ചില നിർണായക പ്രതിസന്ധികൾക്കും സൈനിക നീക്കങ്ങൾക്കും മറുപടിയായാണ് തങ്ങൾ ഈ തിരിച്ചടി നടത്തിയത് എന്ന് ടെഹ്റാൻ അവകാശപ്പെടുന്നു. എന്നാൽ ഇത് കേവലം ഒരു തുടക്കം മാത്രമാണ് എന്നും അമേരിക്കയോ അവരുടെ സഖ്യകക്ഷികളോ തിരിച്ചടിക്കാൻ മുതിർന്നാൽ ഇതിലും മാരക ഭവിഷ്യത്തുകൾ നേരിടേണ്ടി വരുമെന്നുമാണ് ഇറാന്റെ വിപ്ലവ ഗാർഡ് വ്യക്തമാക്കുന്നത്. ഇറാന്റെ ഇത്തരം ഒരു ആക്രമണം അമേരിക്കയെ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു പ്രതിസന്ധിയിലേക്കാണ് തള്ളിവിട്ടിരിക്കുന്നത്. തങ്ങളുടെ സൈനിക കേന്ദ്രങ്ങൾ ആക്രമിക്കപ്പെട്ട പശ്ചാത്തലത്തിൽ വാഷിംഗ്ടൺ അടങ്ങിയിരിക്കാൻ സാധ്യതയില്ല. വരും മണിക്കൂറുകളിൽ അമേരിക്കൻ പ്രസിഡന്റും പെന്റഗണും കൈക്കൊള്ളുന്ന തീരുമാനങ്ങൾ ലോക സമാധാനത്തെ തന്നെ മാറ്റിമറിച്ചേക്കാം. മേഖലയിൽ അമേരിക്കൻ സൈന്യത്തിന്റെ സാന്നിധ്യമുള്ള സിറിയ, ഇറാഖ്, ഗൾഫ് തുടങ്ങിയ മേഖലകളിലെ താവളങ്ങൾക്ക് ചുറ്റും ഇപ്പോൾ അതീവ ജാഗ്രത പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇറാന്റെ അരസ് ഡ്രോണുകളുടെ കരുത്തിനെ കുറിച്ച് സൈനിക വിദഗ്ധർ ദീർഘകാലമായി മുന്നറിയിപ്പും നൽകുന്നുണ്ടായിരുന്നു. കുറഞ്ഞ ചിലവിൽ നിർമ്മിക്കാമെന്നതും റഡാറുകളെ വെട്ടിച്ച് താഴ്ന്നു പറക്കാനുള്ള ശേഷിയും ലക്ഷ്യത്തിലെത്തി സ്വയം പൊട്ടിത്തെറിക്കുന്ന കമികാസ രീതിയും ഇത്തരം ഡ്രോണുകളെ അതിമാരകമാക്കുന്നു. ഒരേ സമയം ഡസൻ കണക്കിന് ഡ്രോണുകൾ ആകാശത്തിലേക്ക് ഉയരുന്നതിലൂടെ പ്രതിരോധ സംവിധാനങ്ങൾക്ക് അവയെ പൂർണ്ണമായും കണ്ടെത്താൻ കഴിയാതെ പോയത് അമേരിക്കൻ താവളങ്ങൾക്ക് വലിയ നാശനഷ്ടം വരുത്തിവെക്കാൻ ഇറാന് വഴി തുറന്നുകൊടുത്തു. പശ്ചിമേഷ്യയിൽ വീണ്ടും ഒരു മഹായുദ്ധത്തിന്റെ കരിനിഴൽ വീഴുമ്പോൾ ലോകരാജ്യങ്ങളെല്ലാം വലിയ ഭീതിയിലാണ്. കാരണം ഈ മേഖലയിലെ ഒരു യുദ്ധം കേവലം റീജിയണൽ യുദ്ധമായി മാത്രം ഒതുങ്ങി നിൽക്കില്ല. ചെങ്കടലിലൂടെയും പെർഷ്യൻ ഉൾക്കടലിൽ ഉൾപ്പെടെയുമുള്ള ആഗോള കപ്പൽ ഗതാഗതത്തെയും എണ്ണ വിതരണത്തെയും അത് നേരിട്ട് ബാധിക്കും. ഈ ആക്രമണ വാർത്തകൾ പുറത്തു വരുന്നതോടെ തന്നെ അന്താരാഷ്ട്ര വിപണിയിൽ അസംസ്കൃത എണ്ണവില കുതിച്ചുയരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇത് ആഗോള സമ്പദ് വ്യവസ്ഥയെ, പ്രത്യേകിച്ചും ഇന്ധന ഇറക്കുമതിയെ ആശ്രയിക്കുന്ന രാജ്യങ്ങളെ കടുത്ത പ്രതിസന്ധിയിലേക്ക് തള്ളിവിടും. അമേരിക്ക ഇതിനോടകം തന്നെ തങ്ങളുടെ വ്യോമസേനാ ശേഷിയും യുദ്ധ കപ്പലുകളും മിഡിൽ ഈസ്റ്റിലേക്ക് മാറ്റാനുള്ള ശ്രമങ്ങൾ ഊർജിതമാക്കിയിട്ടുണ്ട്. ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ ശക്തമായ തിരിച്ചടി നൽകുമെന്ന സൂചനകളാണ് അമേരിക്കൻ പ്രതിരോധ കേന്ദ്രങ്ങളിൽ നിന്നും വരുന്നത്. ഇങ്ങനെയൊരു മറുപടി ഉണ്ടായാൽ
അതിനെ നേരിടാൻ ബലിസ്റ്റിക് മിസൈലുകളും ക്രൂയിസ് മിസൈലുകളും സജ്ജമാക്കി ഇറാനും കാത്തിരിക്കുകയാണ്. റഷ്യ, ചൈന തുടങ്ങിയ രാജ്യങ്ങൾ ഈ മേഖലയിലെ സംഭവ വികാസങ്ങളെ ഉറ്റുനോക്കുകയാണ്. വിഷയം കൂടുതൽ സങ്കീർണമാകാതിരിക്കാൻ നയതന്ത്ര തലത്തിലുള്ള ചർച്ചകൾ ആരംഭിക്കുമെന്ന് ഐക്യരാഷ്ട്രസഭ ഉൾപ്പെടെയുള്ള ആഗോള സംഘടനകൾ ആവശ്യപ്പെടുന്നുണ്ട് എങ്കിലും കളം ഇതിനോടകം തന്നെ യുദ്ധത്തിലേക്ക് മാറിക്കഴിഞ്ഞുവെന്ന് പറയേണ്ടി വരും. പശ്ചിമേഷ്യൻ മണ്ണിൽ പെയ്യുന്ന ഈ ഡ്രോൺ മഴ ലോകത്തെ എത്തിക്കുന്നത് ഒരു വലിയ മൂന്നാം ലോക മഹായുദ്ധത്തിന്റെ വക്കിലാണോ എന്ന ചോദ്യം ഇപ്പോൾ കൂടുതൽ ശക്തമാവുകയാണ്. ഇരുപക്ഷത്തിനും സമാധാനത്തിന് മുതരാതെ വാശിയും സൈനിക വീര്യവും അതിരുകടക്കുമ്പോൾ വരും ദിവസങ്ങളിൽ പശ്ചിമേഷ്യൻ തെരുവുകളിൽ നിന്നും വരാനിരിക്കുന്നത് ഇതിലും ഭയാനകമായ വാർത്തകളായിരിക്കാം എന്ന കാര്യത്തിൽ സംശയമില്ല. ഇപ്പോൾ പുറത്തുവരുന്ന ഏതാനും ചില വിവരങ്ങൾ അനുസരിച്ച് ഇറാന്റെ ഈ അപ്രതീക്ഷിത ആക്രമണത്തിന് പിന്നാലെ അമേരിക്കൻ സുരക്ഷാ കൗൺസിലും പെന്റഗണും അടിയന്തര യോഗം ചേർന്ന് അതീവ ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. അമേരിക്കൻ സൈനിക താവളങ്ങൾക്ക് നേരെയുണ്ടായ ഈ നീക്കം തികച്ചും പ്രകോപനപരമാണ് എന്ന് വാഷിംഗ്ടൺ വിശേഷിപ്പിക്കുന്നു. ഇത്ര നാളും വാഷിംഗ്ടൺ ഇറാനോട് കാണിച്ചത് പ്രകോപനപരമായിരുന്നില്ലേ എന്ന ചോദ്യമാണ് ഇവിടെ ഉയരുന്നത്. എന്നാൽ അതിനേക്കാൾ ഉപരി ഈ സംഘർഷം പൂർണ്ണമായ ഒരു പ്രാദേശിക യുദ്ധത്തിലേക്ക് വഴിമാറാതിരിക്കാൻ ഐക്യരാഷ്ട്രസഭ അടിയന്തര ഇടപെടൽ നടത്തുന്നുണ്ട് എങ്കിലും ഇരുപക്ഷത്തു നിന്നും ഉണ്ടാകുന്ന പ്രസ്താവനകൾ നയതന്ത്ര ചർച്ചകളുടെ വാതിലുകൾ പൂർണ്ണമായും കൊട്ടിയടയ്ക്കുന്ന രീതിയിലുള്ളതാണ്. പ്രത്യേകിച്ച് ഈ ആക്രമണങ്ങൾക്ക് പിന്നാലെ ചെങ്കടലിലും ഹോർമൂസ് കടലിടുക്കിലും നാവികസേനയുടെ നിരീക്ഷണം ഇരട്ടിയാക്കിയിട്ടുണ്ട്. ലോകത്തിലെ ആകെ എണ്ണ ഗതാഗതത്തിന്റെ വലിയൊരു പങ്ക് കടന്നു പോകുന്ന ഹോർമൂസ് കടലിടുക്ക് ഉപരോധിക്കുമെന്ന സൂചനകൾ ഇറാൻ സൈനിക കേന്ദ്രങ്ങൾ നൽകുന്നത് അന്താരാഷ്ട്ര വിപണിയെ വലിയൊരു തകർച്ചയുടെ വക്തിയിലേക്ക് തള്ളിവിട്ടിരിക്കുകയാണ്. കപ്പൽ ഗതാഗതം തടസ്സപ്പെടുത്തുകയോ ആക്രമിക്കപ്പെടുകയോ ചെയ്താൽ ഏഷ്യൻ രാജ്യങ്ങളിലേക്കും യൂറോപ്പിലേക്കുമുള്ള ഇന്ധന വിതരണം പൂർണ്ണമായും നിലയ്ക്കും. ഇത് ആഗോളതലത്തിൽ വലിയൊരു ഊർജ്ജ പ്രതിസന്ധിക്കും പണപ്പെരുപ്പത്തിനും കാരണമാകുമെന്ന് സാമ്പത്തിക വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നു. പക്ഷേ ഒരു കാര്യമാണ് ഇവിടെ ഓർമ്മിപ്പിക്കാനുള്ളത്. ഇതിനൊക്കെ വഴിവെച്ചത് എന്താണ്? ഈ മുന്നറിയിപ്പുകൾ ഇറാൻ മുൻപ് നൽകിയിരുന്നതാണ്. ഒരുപാട് തവണ അടിക്കുമെന്ന് പലവട്ടം പറഞ്ഞിരുന്നതാണ്. പക്ഷെ ഈ ലോക ജനതയെ പ്രതിനിധീകരിച്ചു മാത്രമാണ് ഇറാൻ അതിന് മുതിരാതിരുന്നത്. പക്ഷെ ഇപ്പോൾ കാര്യങ്ങൾ കൈവിട്ടു പോയിരിക്കുന്നു. എത്ര നാൾ ക്ഷമിക്കുമെന്ന ചോദ്യം ഇവിടെ ബാക്കിയാകുന്നു. ആ ക്ഷമയുടെ നെല്ലിപ്പലക ഇറാൻ കടന്നിരിക്കുന്നു. എന്തിനും ഒരു പരിധിയുണ്ട്. അതെ, ആ പരിധി ലംഘിച്ചത് അമേരിക്കയാണ്. അതേസമയം അമേരിക്കയുടെ പ്രധാന സഖ്യകക്ഷികളായ ഇസ്രായേലും തങ്ങളുടെ അതിർത്തികളിൽ അതീവ ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇറാൻ ഇത്തരം ഒരു കൂറ്റൻ ഡ്രോൺ നീക്കം നടത്തുമ്പോൾ അത് തങ്ങളുടെ ആകാശസീമയിലേക്കും നീണ്ടേക്കാം എന്ന ഭയത്താൽ ഇസ്രായേലിന്റെ അയൺ ഡോം അടക്കമുള്ള പ്രതിരോധ സംവിധാനങ്ങൾ പൂർണ്ണ സജ്ജമാക്കിയിരിക്കുകയാണ്. ലെബനനിലെ ഹിസ്ബുള്ളയും യമനിലെ ഹൂത്തി വിമതരും ഇറാന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് കൂടുതൽ പോരാട്ടത്തിന് സജ്ജമാകുന്നത് സ്ഥിതിഗതികൾ കൂടുതൽ സങ്കീർണമാക്കുന്നു. മറുഭാഗത്ത് റഷ്യയും ചൈനയും ഈ വിഷയത്തിൽ എടുക്കുന്ന നിലപാടുകൾ ലോകശക്തികളുടെ നേരിട്ടുള്ള ഇടപെടലിലേക്ക് കാര്യങ്ങൾ എത്തിക്കുമോ എന്ന സംശയവും ഉയർത്തുന്നുണ്ട്. ഏകപക്ഷീയമായ സൈനിക നീക്കങ്ങളിൽ നിന്ന് എല്ലാ വിഭാഗങ്ങളും പിന്മാറണമെന്ന് ചൈന ആവശ്യപ്പെടുമ്പോഴും മേഖലയിലെ അമേരിക്കൻ സാന്നിധ്യമാണ് സംഘർഷങ്ങൾക്ക് കാരണമെന്നാണ് ഇറാന്റെ വാദം. അതുകൊണ്ട് തന്നെ കേവലം ഒരു അതിർത്തിയിലെ ഏറ്റുമുട്ടലിൽ ഒതുങ്ങാതെ സൈനിക സഖ്യങ്ങളും ലോകശക്തികളും വിഭജിക്കപ്പെടുന്ന ഒരു വലിയ ആഗോള യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണോ എന്നാണ് ലോകം ഇപ്പോൾ ഭീതിയോടെ ഉറ്റുനോക്കുന്നത്. വരും മണിക്കൂറുകളിൽ പെന്റഗണിൽ നിന്നും ടെഹ്റാനിൽ നിന്നും ഉണ്ടാകുന്ന ഔദ്യോഗിക പ്രഖ്യാപനങ്ങൾ പശ്ചിമേഷ്യയുടെ മാത്രമല്ല ലോകത്തിന്റെ തന്നെ ഭാവി നിർണ്ണയിക്കുന്നതായിരിക്കും. ഇറാന്റെ പ്രസ്താവനയിൽ ഏറ്റവും ശ്രദ്ധേയമായ ഭാഗം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ സമീപകാല മുന്നറിയിപ്പുകൾക്കുള്ള പ്രതികരണമായിരുന്നു. ട്രംപിന്റെ ഭീഷണികൾ ഇറാനെ ഭയപ്പെടുത്തുകയല്ല, മറിച്ച് ജനങ്ങളുടെയും സായുധ സേനയുടെയും പ്രതിരോധ മനോഭാവം കൂടുതൽ ശക്തിപ്പെടുത്തുകയാണ് എന്നാണ് ഇറാന്റെ നിലപാട്. അമേരിക്കയുടെ ഓരോ സമ്മർദ്ദവും ഇറാന്റെ പ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കുകയാണ് ചെയ്യുന്നത് എന്ന സന്ദേശമാണ് സൈനിക നേതൃത്വം നൽകാൻ ശ്രമിക്കുന്നത്. അതോടൊപ്പം ഈ ഇറാനെതിരായ ഏതൊരു പുതിയ സൈനിക നീക്കവും അമേരിക്കയ്ക്ക് കൂടുതൽ തന്ത്രപരമായ തിരിച്ചടികൾ സമ്മാനിക്കുമെന്നും സൈന്യം മുന്നറിയിപ്പ് നൽകി. ഹാങ്ങറുകളും അറ്റകുറ്റപ്പണി കേന്ദ്രങ്ങളും ആക്രമിച്ചതായും ഇറാൻ അവകാശപ്പെട്ടു. ഏറ്റവും പുതിയ പ്രസ്താവനയിൽ ഈ ആക്രമണങ്ങളിൽ പാട്രിയറ്റ് മിസൈൽ പ്രതിരോധ സംവിധാനം, കുവൈറ്റിലെ MQ-9 റിപ്പർ ഡ്രോൺ ഡിപ്പോ, ജോർദാനിലെ താഡ് റഡാർ സംവിധാനം എന്നിവയ്ക്ക് നാശനഷ്ടമുണ്ടായതായും ഇറാൻ പറയുന്നു. എന്നാൽ ഈ അവകാശവാദങ്ങൾ സ്വതന്ത്രമായി സ്ഥിരീകരിച്ചിട്ടില്ല. അതേസമയം ഇറാന്റെ അവകാശവാദങ്ങളെക്കുറിച്ച് അമേരിക്ക ഔദ്യോഗിക സ്ഥിരീകരണം നൽകിയിട്ടില്ല. യുദ്ധകാല സാഹചര്യങ്ങളിൽ ഇരുപക്ഷവും വിവരയുദ്ധം ശക്തമായി ഉപയോഗിക്കുമെന്നുള്ളതിനാൽ ഇത്തരം അവകാശവാദങ്ങൾ സ്വതന്ത്രമായി സ്ഥിരീകരിക്കപ്പെടുന്നതുവരെ ജാഗ്രതയോടെ വിലയിരുത്തേണ്ടതുണ്ട്. എങ്കിലും ഇറാന്റെ തുടർച്ചയായ ഗൾഫ് മേഖലയിലെ അമേരിക്കൻ സൈനിക താവളങ്ങളെ പരസ്യമായി ലക്ഷ്യമിടുന്നതായി പ്രഖ്യാപിക്കുന്നത് തന്നെ മേഖലയിൽ സംഘർഷം കൂടുതൽ രൂക്ഷമാക്കുമെന്നതിന്റെ സൂചനയാണ്.
സൂചനയായാണ് സുരക്ഷാ വിദഗ്ധർ കാണുന്നത്. എന്നാൽ ഇറാന്റെ പ്രതികാര നടപടികൾ വെറും സൈനിക ആക്രമണങ്ങളിൽ മാത്രം ഒതുങ്ങില്ല. അമേരിക്കയുടെയും സഖ്യകക്ഷികളുടെയും മേഖലയിലെ സൈനിക സാന്നിധ്യം കൂടുതൽ ചെലവേറിയതും അപകടകരമാക്കുക എന്ന തന്ത്രമാണ് ടെഹ്റാനിൽ പിന്തുടരുന്നത് എന്ന് പ്രതിരോധ വിദഗ്ധർ വിലയിരുത്തുന്നു. ഡ്രോണുകൾ, ക്രൂയിസ് മിസൈലുകൾ, പ്രോക്സി സായുധ സംഘങ്ങൾ, സൈബർ ആക്രമണങ്ങൾ എന്നിവയുൾപ്പെടുന്ന ബഹുമുഖ സമ്മർദ്ദ തന്ത്രമാണ് ഇറാൻ വർഷങ്ങളായി വികസിപ്പിച്ചെടുത്തിരിക്കുന്നത്. അമേരിക്കയും ഇറാനും തമ്മിലുള്ള ഈ തുറന്ന പോരാട്ടം വെറും ഒരു പ്രാദേശിക തർക്കത്തിനുമപ്പുറം ലോകത്തെ മുഴുവൻ വിറപ്പിക്കുന്ന ഒരു വൻ ദുരന്തത്തിന്റെ മുന്നോടിയായി മാറിക്കഴിഞ്ഞു. നയതന്ത്രത്തിന്റെ വാതിലുകൾ പൂർണ്ണമായും അടഞ്ഞു പോവുകയും തോക്കുകളുടെയും മിസൈലുകളുടെയും ഭാഷ മാത്രം മുഴങ്ങുകയും ചെയ്യുമ്പോൾ അതിന്റെ പ്രത്യാഘാതം അനുഭവിക്കാൻ പോകുന്നത് ഈ രണ്ട് രാജ്യങ്ങളല്ല, മറിച്ച് ഈ ലോകം തന്നെയാണ്.